ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിക്കൽ നമ്പർ 2 മറുനാടൻ മലയാളി. ദിലീപിന്റെ കേസിന്റെ വിധി വന്നതിന് ശേഷം ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് തുരുതുരാന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് മറുനാടൻ മലയാളി. ഈ ഒരു കേസ് വന്നതിന് ശേഷം ആളുകൾ രണ്ട് പക്ഷത്താണുള്ളത്. ഒന്ന് ദിലീപിന്റെ സൈഡ് പറയുന്ന ആളുകളുണ്ട്, രണ്ട് ദിലീപിനെ എതിർക്കുന്ന ആളുകളുണ്ട്, അതിജീവിതയുടെ സൈഡ് പറയുന്ന ആളുകളുണ്ട്. ഈ മറുനാടൻ മലയാളിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ആദ്യം ഈ അതിജീവിതയ്ക്ക് വേണ്ടി ഘോരഘോരമായിട്ട് സംസാരിക്കുകയും ഇപ്പൊ കേസ് വന്നതിന് ശേഷം മറുകണ്ഠം ചാടി ദിലീപിന്റെ സൈഡിൽ പോയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പലപ്പോഴും ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇതൊരു കോടതി വിധിയാണ്, അതിനെ മാനിക്കേണ്ടതായിട്ടുള്ള കടമയും നമുക്കുണ്ട്. അതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മറുകണ്ഠം ചാടൽ കണ്ടിട്ട് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ദിലീപിനെ അഴിക്കുള്ളിൽ ഇടണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമൊന്നും എനിക്കില്ല. പക്ഷേ ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിക്ടിമായിട്ടുള്ള നടിയെ കരിവാരി തേക്കുകയും അവരെ അപമാനിക്കുന്ന തരത്തിലും അല്ലെങ്കിൽ ഈ കേസ് വാദിച്ച വക്കീലിനെ അടക്കം അപമാനിക്കുന്ന തരത്തിലുള്ള പരിപാടികളിലൂടെ നടക്കുന്നുണ്ട്. ഈ നടിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട അഖിൽമാരാറെ പറ്റി നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു വൈറ്റ് വാഷിംഗ് പരിപാടിയാണ് മറുനാടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം പുള്ളി ചെയ്തൊരു വീഡിയോ ഞാൻ കാണാനിടയായി. അഡ്വക്കേറ്റ് മിനി, TB മിനി വിക്ടിമിന്റെ അഡ്വക്കേറ്റ് ആണ്. ഇവര് വാദിച്ചതിനെ തുടർന്നാണ് ഈ ഒരു കേസ് അതിജീവിത പരാജയപ്പെട്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു നറേഷനാണ് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഇതിൽ ഏറ്റവും രസകരമായ സംഗതി അതിജീവിതയുടെ അഭിഭാഷകയുടെ കടന്നുവരവാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ ഒരു വക്കീലിനെയാണോ അതിജീവിത സ്വന്തം വക്കീലാക്കി വെച്ചത്, വേറൊരാളെയും കിട്ടിയില്ലേ എന്ന്. കേസ് പൂർണ്ണമായും തോറ്റപ്പോൾ പലരും അത് ചോദിക്കുന്നു. ലിബർട്ടി ബഷീർ ഇന്നലെ പറഞ്ഞത് വെറുതെ ദിലീപിന് ചിത്രത ഉണ്ടാക്കി വെച്ചു എന്നല്ലതൊരു ഗുണവുമില്ല, ഇങ്ങനെ ഒരു വക്കീലിന് ഈ കേസ് അങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. വാസ്തവത്തിൽ ഈ വക്കീലിന്റെ രംഗപ്രവേശം ഒരു സമസ്യ തന്നെയാണ്. ഇങ്ങനൊരു വക്കീലിനെ അതിജീവിതം നിയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അവർ വക്കീലാണ് എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി എത്തിയതാണ്. ഇത് വളരെ വിചിത്രമായ സംഗതിയാണ്. സോ TB മിനി വക്കീലാണെന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി ചെന്നതാണ് എന്നുള്ള തരത്തിലൊക്കെയുള്ള വർത്താനമാണ് മറുനാടൻ ഇരുന്ന് പറയുന്നത്. അതിജീവിത പ്രോസിക്യൂഷനെയാണ് വിശ്വസിച്ചതും ഏൽപ്പിച്ചതും. പോലീസാണ് കേസെടുത്തത്. പോലീസിനായിരുന്നു കേസിൽ താല്പര്യം. പോലീസിന്റെ താല്പര്യം കൊണ്ട് തന്നെ പ്രോസിക്യൂഷനോട് സഹകരിക്കുക എന്നതായിരുന്നു അതിജീവിതയുടെ നിലപാട്. എന്നാൽ അതിജീവിതയ്ക്ക് ഒരു വക്കീലിനെ വെക്കാൻ നിയമപരമായ പ്രൊവിഷൻ ഉണ്ട്. അവിടേക്ക് ഇവർ സ്വയം കടന്നു വരികയായിരുന്നു. എങ്ങനെയാണ് ഇവർ അതിജീവിതയുടെ വക്കീലായതെന്ന് ആർക്കും അറിയില്ല. പൊതുപ്രവർത്തക എന്ന നിലയിൽ അവർ കടന്നു വന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അതിനുള്ള യോഗ്യതയും ഉണ്ടായിരുന്നില്ല. വലിഞ്ഞു കയറി ചെന്നതാണ്. ഇവരാരാണ് എന്താണെന്ന് അറിയത്തില്ല. അതിജീവിതയ്ക്ക് പോലും ഇവരെ പറ്റി അറിയത്തില്ല. ഇവർ ചുമ്മാതെ ചെന്ന് കയറി അങ്ങ് കേസ് വാദിച്ചതാണ്. ഇവർക്ക് അതിനുള്ള യോഗ്യതയില്ല. ഈ തരത്തിലാണ് മറുനാടൻ മലയാളി മിനിയെ പറ്റി, അഡ്വക്കേറ്റ് മിനിയെ പറ്റി പറയുന്നത്. ഇനി ഏത് സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് മിനി ഈ ഒരു കേസ് ഏറ്റെടുത്തതെന്ന് അഡ്വക്കേറ്റ് മിനി തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതിന്റെ കേസിന്റെ ഡിസ്കഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രയൽ കോടതിയിൽ വിക്ടിമിന്റെ വക്കാലത്ത് എനിക്ക് എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ഞാൻ പേയ്മെന്റ് വാങ്ങിക്കുന്നില്ല. രണ്ട്, ഞാൻ ഒരു അത്താഴപ്പട്ടിണിക്കാരിയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. ത്രൂ ഔട്ട് കോടതിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഓഫീസ് തകർന്നു പോകും. അപ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ കേരളം മുഴുവൻ അഡ്വക്കേറ്റുമാരെ തിരഞ്ഞെടുത്തിട്ട് ദിലീപിൻ്റെ അഭിഭാഷകരുടെയും ദിലീപിൻ്റെ ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ വിക്ടിമിന് വേണ്ടി ഹാജരാവാൻ അഭിഭാഷകരെ കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങനെയാണ് ആ കേസിൽ ട്രയൽ കോടതിയിൽ നമ്മൾ ഈ വിക്ടിമിൻ്റെ വക്കാലത്തെടുക്കുന്നത്. വിക്ടിമിന്റെ വക്കാലത്ത് ഞാൻ എടുക്കുമ്പോൾ അഭിഭാഷകരുടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് പുറത്തു പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം മറുനാടന് ഇവരെങ്ങനെയാണ് വിക്ടിമിന്റെ വക്കീലായതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അഡ്വക്കേറ്റ് രാമൻപിള്ള കേരളത്തിലെ തന്നെ ടോപ്പ് ക്രിമിനൽ ലോയർ ആണ്. അപ്പൊ ഇദ്ദേഹത്തിനെ വെറുപ്പിച്ചിട്ട് ആരും പോയിട്ട് ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പൊ കേരളത്തിൽ ഈ ഒരു കേസ് എടുക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ഇല്ല എന്ന സമയത്താണ് ഇവർ ഈ ഒരു കേസ് എടുത്തത്. അല്ലാതെ മറുനാടൻ പറയുന്നതിന്റെ കൂട്ട് വലിഞ്ഞു കയറി വന്നതല്ല. ഒരു വക്കീലാണ്, പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. ഒരു ആക്ടിവിസ്റ്റ് ആണ് എന്ന് പറയുന്നതാവും ഉചിതം. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രതിയുടെ വക്കീലായി രാവണനായ രാമൻ പിള്ള നിൽക്കുമ്പോൾ അതിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യതയുള്ള ശേഷിയുള്ള വക്കീലല്ല അതിജീവിതയുടെ വക്കീൽ TB മിനി. രാവണനായ രാമൻ പിള്ള മുന്നിൽ നിൽക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കാൻ, അതിന് മുന്നിൽ നിൽക്കാൻ യോഗ്യതയുള്ള വക്കീലല്ല അഡ്വക്കേറ്റ് മിനി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും, ഞാൻ അടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിയാണോ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ മുന്നിൽ നിന്ന് കേസ് വാദിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് TB മിനിയാണ് ഈ വാദപ്രതിവാദങ്ങൾ നടത്തുന്നത്, വിക്ടിമിന് വേണ്ടി വാദിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പലരും, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആളുകളും ചിന്തിച്ചു വെക്കുന്നത്. എന്നാൽ കാര്യം അങ്ങനെയല്ല. മിനി പറയുന്ന ഒരു കാര്യം ഞാൻ വെക്കാം. ആളുകൾക്ക് അറിയില്ല, വിവരമില്ല. അതായത് നമ്മുടെ CRPC പ്രകാരം വിക്ടിം ലോയറിനെ വെക്കുന്നത് പ്രോസിക്യൂഷന്റെയും കോടതിയുടെയും അനുവാദ പ്രകാരം. ആ ലോയറിന് കോടതിക്കുള്ളിൽ
അവിടെ ഒന്നും ചെയ്യാനില്ല. ഓൺലി അസിസ്റ്റിംഗ് ദ പ്രോസിക്യൂട്ടർ ഇഫ് ഹി പെർമിറ്റ്. അതാണ്. ഇനി അദ്ദേഹത്തിന് താല്പര്യമില്ല ഈ വിക്ടിം അഡ്വക്കേറ്റിനെ എന്നെങ്കിൽ സഹകരിപ്പിക്കുകയും വേണം. വ്യക്തമായി കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TV മിനി അല്ല അവിടെ വാദിക്കുന്നത്, രാമൻപിള്ളയുടെ മുന്നിൽ നിന്ന് വാദിക്കുന്നത് TV മിനി അല്ല. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂട്ടറെ, വിക്ടിമിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജകുമാറാണ്. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് മിനിക്കുള്ളത്. അതും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നത് ഗവൺമെന്റ് ആണ്. ഈ സ്റ്റേറ്റും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറിനും കുഴപ്പമില്ലെങ്കിൽ മാത്രമേ ഈ TV മിനിയെ അസിസ്റ്റ് ചെയ്യാൻ പോലും വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ കരുതുന്ന പോലെ മിനി അല്ല കോർട്ട് റൂമിൽ വാദിക്കുന്നത്. മനസ്സിലായോ? മിനി ഇത് നിർണായകമായ കേസായതുകൊണ്ട് തനിക്ക് പേര് കിട്ടും എന്നറിഞ്ഞ് വലിഞ്ഞു കയറിയെത്തിയതാണ്. വാസ്തവത്തിൽ ഈ കേസിൽ അതിജീവിതയ്ക്കുണ്ടായ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വന്തമായി വക്കീലിനെ വെച്ചില്ല എന്നതാണ്. പ്രോസിക്യൂഷനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പ്രോസിക്യൂഷൻ രാഷ്ട്രീയ മേലധികാരികൾ പറയുന്നതനുസരിച്ച് മാറിയെന്ന് വരാം. എന്നാൽ അതിജീവിത വയ്ക്കുന്ന വക്കീൽ അങ്ങനെ മാറണമെന്നില്ല. ഈ പറയുന്ന പ്രോസിക്യൂഷൻ അംഗീകരിച്ചാൽ മാത്രമേ അതിജീവിതയ്ക്ക് വക്കീലിനെ തന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കേസ് എന്ന് പറയുന്നത് ദിലീപ് വേഴ്സസ് വിക്ടിം എന്നല്ല. പൾസർ സുനി 1-ാം പ്രതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് അതിനൊരു പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കേസസിനെ കൺസിഡർ ചെയ്യുന്നത് വിച്ച് ഈസ് അഗൈൻസ്റ്റ് സൊസൈറ്റി, ഒരു പർട്ടിക്കുലർ പേഴ്സൺ അഗൈൻസ്റ്റ് അല്ല എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഈ ഒരു കേസ് പ്രോസിക്യൂട്ട് ചെയ്യുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനെ അന്വേഷിക്കുന്ന ആരാണ്? പോലീസ്. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്ന ആരാണ്? പോലീസ്. സ്റ്റേറ്റ് ഏജൻസിയാണ്. പ്രോസിക്യൂഷൻ നടത്തുന്ന ആരാണ്? ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പോ ഈ ഒരു കേസ് വാദിച്ച് ജയിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇവിടെ ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ വിക്ടിം മാത്രമല്ല സ്റ്റേറ്റ് ഒന്നടങ്കമാണ് തോക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചു, എന്നാൽ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവരെ അല്ലെങ്കിൽ കുറ്റം ചെയ്യിപ്പിച്ചവരെ കണ്ടെത്താനോ ശിക്ഷിക്കാനോ സ്റ്റേറ്റിന് പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് അഡ്വക്കേറ്റ് അജകുമാർ അദ്ദേഹമാണ് പ്രോസിക്യൂട്ടർ, ബ്രില്യന്റ് പ്രോസിക്യൂട്ടറാണ്. മനസ്സിലായി? ആ പ്രോസിക്യൂട്ടറുമായിട്ടാണ് ഈ രാമപിള്ള സാർ കേസ് നടത്തിയത്. അദ്ദേഹം പറയും ഞാൻ തോറ്റുപോയില്ല ഇപ്പൊ, കാരണം ഞാനുമായിട്ട് അല്ല കേസ് നടത്തിയതാണ് ഇവരൊക്കെ പറയുന്നത്. TV ആയിട്ടാണ് കേസ് നടത്തിയത്. കേട്ടല്ലോ? ഇനിയെങ്കിലും തെറ്റിദ്ധരിക്കാതിരിക്കുക. കേസ് നടത്തിയിരിക്കുന്നത് ഇവർ തമ്മിലാണ്. രാമൻപിള്ളയും അജകുമാറും തമ്മിലാണ് വാദിച്ചിരിക്കുന്നത്, അല്ലാതെ TV മിനി അല്ല. അവരുടെ തൊഴിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വരാൻ നമുക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. നാളെ 12-ാം തീയതി മാത്രമേ ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് വരത്തുള്ളൂ. അപ്പൊ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, തെളിവുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും വെറുതെ വിടാനുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലുണ്ട്. മാത്രമല്ല ഇതൊരു ഗൂഢാലോചന കേസ് കൂടിയാണ്. ഈ ആളുകൾ എന്നെ പരിഹസിക്കുന്നുണ്ട്. രാവിലെ പറഞ്ഞല്ല കൊട്ടയിൽ നിറയെ തെളിവാണെന്ന്. ഈ ആൾക്കറിയില്ല ഈ കൊട്ടയിലെ തെളിവ് എപ്പോഴാണ് ഹാജരായി. ഇന്നും എനിക്കിത് പറയാൻ പറ്റില്ലല്ലോ, കാരണം 12 ജഡ്ജ്മെന്റ് പുറത്തു വരാതെ ഏത് തെളിവുകൾ സ്വീകരിച്ചു ഏത് തെളിവുകൾ സ്വീകരിച്ചില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഇനി എല്ലാ തെളിവുകളും സ്വീകരിച്ചാലും സംശയത്തിന്റെ ആനുകൂല്യം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട്. എല്ലാ തെളിവുകളും സ്വീകരിച്ചു, പക്ഷെ എല്ലാ ഓപ്പറേഷനും ഒക്കെ സക്സസ്ഫുൾ ആണ്, രോഗി മരിച്ചു എന്ന് പറഞ്ഞ കേസുണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെ ഈ നീതിന്യായ സംവിധാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കേട്ടല്ലോ? അങ്ങനെ ഒരു വകുപ്പ് ഇതിനകത്തുണ്ട്, സംശയത്തിന്റെ ആനുകൂല്യം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് നമ്മുടെ നിയമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെതിരെ തെളിവുകളുണ്ട്, എന്നാൽ പോലും ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഒരു നേരിയ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെറുതെ വിടാൻ പറ്റും എന്നാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത്. സോ അഡ്വക്കേറ്റന്മാർ വല്ലതും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് യുവർ ഒപ്പീനിയൻ. ശരിയല്ല ഈ പറഞ്ഞത്. ഇനി മറുനാടന്റെ വേറെ സംഭവം കാണിക്കുക, അഡ്വക്കേറ്റ് മിനി അങ്ങ് താറടിച്ച് കാണിക്കുക. എന്ന് വെച്ചാൽ പുള്ളി പറയാൻ ശ്രമിക്കുന്നത് അഡ്വക്കേറ്റ് മിനി വാദിച്ചത് കൊണ്ടാണ് ഈ കേസ് തോറ്റത്. ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ അഡ്വക്കേറ്റ് മിനി വാദിച്ചത് കൊണ്ടാണ് ഈ കേസ് തോറ്റത്. വേറെ ആരെങ്കിലും വാദിച്ചിരുന്നെങ്കിൽ ഈ ഒരു കേസ് വിജയിച്ചേനെ. അന്നേരം ഈ പറയുന്ന സപ്പോർട്ട് ചിലപ്പോൾ ഒന്ന് മാറിയേനെ. ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്. ഈ ചാനൽ ചർച്ചകളിലെല്ലാം അതിജീവിതയുടെ വക്കീൽ എന്ന പേരിൽ ഇവർ കഴിഞ്ഞ 10 വർഷമായി നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ കേസിനെ കുറിച്ച് ഒരു ധാരണയും അവർക്കില്ല എന്നും നിയമത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല എന്നും വ്യക്തമാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായി. മറുനാടൻ ഇവിടെ പറയുന്നത് അഡ്വക്കേറ്റ് മിനി കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ അതിജീവിതയുടെ ഈ ഒരു കേസിന്റെ പേരിൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിയാണ്, ഇവരെ ചാനൽ ചർച്ചകളിൽ കൂടെയാണ് നമ്മളൊക്കെ അറിഞ്ഞത്, ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി എന്നാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവർ 2022-ലാണ് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് മറ്റേ മെമ്മറി കാർഡ് കേസാണ് ഇവർ ആദ്യമായിട്ട് വാദിക്കുന്നത്. ഇനി പോട്ടെ, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നിരിക്കട്ടെ, 2022-അല്ല ഇവർ ജോയിൻ ചെയ്യാൻ മുമ്പ് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കട്ടെ. ഈ ഒരു ക്രൈം നടക്കുന്നത് 2017 ഫെബ്രുവരിയിലാണ്. അന്ന് ആദ്യം തൊട്ട് തന്നെ ഇവർ ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചു. എന്നാൽ പോലും 2027 ഫെബ്രുവരി ആവാതെ 10 കൊല്ലം ആകത്തില്ല. അപ്പൊ മറുനാട് 2027 പോയാണോ ഈ പറയുന്ന ന്യൂസ് വായിക്കുന്നത്? അടിച്ചങ്ങ് വിടുവാണെന്ന്. ഒരു മര്യാദയൊക്കെ വേണ്ടേ മറുനാടാ? ദിലീപിന്റെ കേസ് എന്താ? ദിലീപിന്റെ കേസ് ദിലീപാണ് ഏവണിനൊക്കെ വേണ്ടിയിട്ട് കേസ് പറയുന്നത്. ഒരു പരിചയമില്ലാത്ത ദിലീപാണ് ഏവണിന് വേണ്ടി കേസ് പറയുന്നത്. ഈ പെൺകുട്ടീനെ അപമാനിക്കാവുന്ന എന്റെ പരമാവധി അപമാനിക്കുമ്പോൾ ആ കോടതിയിലിരുന്ന് അപമാനം മുഴുവൻ ഏറ്റുവാങ്ങിയ ആൾ ഞാനാണ്.
ചരിത്രമാണിത്. ഞാൻ എഴുതും 12-ാം തീയതി ഞാൻ പറയും എങ്ങനെ ഞാൻ ആ അപമാനങ്ങൾ ഏറ്റുവാങ്ങുന്നു. നിങ്ങൾക്കറിയാം, നമ്മളുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മകള് പോലെ കണക്കാക്കുന്ന ഒരു പെൺകുട്ടീനെ ആ കോടതിയിൽ ഇട്ടിട്ട് എല്ലാ ആളുകളും ആരൊക്കെയാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, 12-ാം തീയതി ശേഷം ഞാൻ പറയും. അങ്ങനെ പറഞ്ഞ് അജകുമാർ സാറിന് തല്ലാൻ പോയില്ലേ, അപ്പോഴൊക്കെ ഞാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ലൈവ്ലിഹുഡ് ആയിട്ടുള്ള എന്റെ ജോലി മുഴുവൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഈ കേസിൽ ചെന്നിരിക്കുകയാണ്. വണ്ടിക്കാശ് പോലും ഇല്ല, ഓട്ടോറിക്ഷ കാശ് പോലും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യും, എന്റെ കൂടെയുള്ള മുഴുവൻ ആൾക്കും ചായ പിടിച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ. കിട്ടുന്ന എന്റെ മറ്റു വർക്കിൽ നിന്ന് കിട്ടുന്ന നിസ്സാര പൈസക്ക്. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സോ ഇവരെയാണ് മറുനാടൻ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചത്. കേസ് തോൽക്കാൻ കുറ്റക്കാരി ആണ് എന്ന് പറഞ്ഞ് മറുനാടൻ വീഡിയോ ചെയ്തത്. ഇവരും പബ്ലിക് പ്രോസിക്യൂട്ടർ ഒക്കെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഗൂഢാലോചന കേസാണ്. തലകുത്തി നിന്നാൽ പോലും തെളിയിക്കാൻ പാടായിട്ടുള്ള ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞ പോലെ സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഊരി പോവുകയും ചെയ്യാം. മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആടെ കഴിവും എക്സ്പീരിയൻസും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. രാമൻ പിള്ളയാണ്. ഒന്നാമതേ ഗൂഢാലോചന കേസ് തെളിയിക്കാൻ പാടാണ്. അപ്പോ വാദിച്ച് ജയിക്കാൻ കൂടി ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സംശയത്തിന്റെ ആനുകൂല്യം. അപ്പൊ ഉറപ്പായിട്ടും ഊരി വരുമല്ലോ. പറഞ്ഞ മനസ്സിലായോ? സോ അല്ലാതെ മറ്റൊരാളെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. മറുനാടൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ നിലപാട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു തവണയൊക്കെ മാറുന്നത് ശരി തന്നെ. ആദ്യം മാറും, പിന്നെയും മാറും, പിന്നെയും മാറും. ഇങ്ങനെയാണ് പുള്ളിയുടെ ഈ ഒരു മോഡസ് ഓപ്പറാൻഡി. ഇപ്പൊ ലാസ്റ്റ് വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തന്നെ നോക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹം വീഡിയോ ചെയ്തു. രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാനും ആ സമയത്ത് രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. അത് കഴിഞ്ഞ് രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ കുറെ കഴിഞ്ഞ്, എനിക്കൊന്ന് എല്ലാവരും വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേസ് ഇങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവൻ എഗനിസ്റ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയത്. അന്നേരവും ആദ്യത്തെ ആരോപണങ്ങളൊക്കെ വന്ന സമയത്തും രാഹുലിനെ സപ്പോർട്ട് ചെയ്താണ് മറുനാടൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ഈ രാഹുല് കൊടുത്ത ഹർജി വന്നല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന്. അതിനുശേഷമാണ് മാങ്കൂട്ടത്തിന് എഗനിസ്റ്റ് ആയിട്ട് മറുനാടൻ വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഈ എഗനിസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തു എന്ന് പറയുമ്പോഴും അതിനകത്തൊരു തലോടലുണ്ട്. അത് നിങ്ങൾ കാണാതെ പോകരുത്. മറുനാടന്റെ ഒരു സാധാരണ ശൈലിയിലല്ല മറുനാടൻ ഈ രാഹുൽ മാങ്കൂട്ടൻ കേസിൽ അല്ലെങ്കിൽ രാഹുലിനെ വിമർശിച്ചത്. വളരെ ലൈറ്റ് ആയിട്ട് ഒരു സ്നേഹത്തിന്റെ തലോടൽ അതിനകത്തുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. പിന്നീടുള്ള വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും വിമർശനമാണെങ്കിൽ പോലും അതിനകത്ത് ഒരു അടിയിൽ കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ്. കുറെ ചോദ്യങ്ങൾ ജനങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. രാഹുൽ എന്താണ് ഗോവിന്ദചാമിയാണോ, അവൻ ഇത്രയും അങ്ങ് ക്രൂശിക്കാൻ? രാഹുൽ എന്താണ് മനുഷ്യനല്ലേ? ആ ഒരു ലെവലിലോട്ടൊക്കെ വെച്ചിട്ടാണ് പുള്ളി വീഡിയോ അവതരിപ്പിച്ചു വെക്കുന്നത്. ഈ ഒരു കേസിലോട്ട് വന്നപ്പോഴത്തേക്കും ആദ്യം അതിജീവിതയുടെ ഭാഗം പറഞ്ഞിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി അതിജീവിതക്കെതിരെ നിൽക്കുന്ന തരത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമന്റ് സെക്ഷനിൽ നല്ല രീതിയിൽ കാണാനുണ്ടത്. സാധാരണ പുള്ളിയുടെ കമന്റ് സെക്ഷനിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ് വരാറുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കെതിരെയൊക്കെ ഒരുപാട് പേര് കമന്റിൽ പ്രതികരിച്ചു വരുന്നുണ്ട്. ഞാൻ 1-2 കമന്റ് വായിക്കാം. ഷാജൻ ചേട്ട എന്ന് വിളിച്ചവരെ എടാ ഷാജ എന്ന് വിളിപ്പിക്കരുത്. എവിടെയോ നിന്ന് വന്ന ആരും അറിയാതെ വക്കാലത്ത് ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് വിവരക്കേടാണ്. 28+1 ആകെ മൊത്തം ഷാജനെയും കൂട്ടി 29 പേര് കൂറുമാറി. അടുത്ത കമന്റ്, ഞാൻ ഈ ചാനൽ പിന്തുണച്ചിരുന്നു. ഷാജൻ ഒരു കൗശലക്കാരനാണ്. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവൻ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും പിന്തുണയ്ക്കാൻ തുടങ്ങും. തിരഞ്ഞെടുപ്പിന് ശേഷം അവൻ BJPയെ പിന്തുണയ്ക്കാൻ തുടങ്ങും. മുൻപ് അവൻ ദിലീപിനെതിരായിരുന്നു, ഇപ്പോൾ അവൻ ദിലീപിനെ പിന്തുണയ്ക്കുന്നു. ഷാജൻ ഒരു കൗശലക്കാരനാണ്. ഷാജന് തന്റെ കാഴ്ചക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പണം സമ്പാദിക്കണമെന്നും അറിയാം. സോ ഈ ഒരു പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ എല്ലാ വീഡിയോയ്ക്കും ഇതിനൊന്നുമില്ല. ഞാൻ അങ്ങയുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയും കൂടാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഭയങ്കര റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറഞ്ഞാൽ വേറെ വീഡിയോ ഇട്ടാൽ. അപ്പോൾ ശരി.